തമിഴ് ചലച്ചിത്ര സംവിധായകൻ പി ഭാരതിരാജ അന്തരിച്ചു. ചെന്നൈയിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. രേണുക രാജേന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. രേണുക, ഭാരതിരാജയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തിയ ഒരു സംവിധായകൻ കൂടിയാണ്. തമിഴ് സിനിമയെ കുറച്ചുകൂടി ഒരു റിയലിസത്തിലേക്ക് കൊണ്ടുപോയ, അതായത് സെറ്റുകളിൽ നിന്ന്, സ്റ്റുഡിയോകളിൽ നിന്ന് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലേക്കൊക്കെ കൊണ്ടുപോയ ഒരു സംവിധായകനായി കൂടി അറിയപ്പെടുന്ന ആൾ കൂടിയാണ്. അദ്ദേഹത്തിന്റെ അന്ത്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളുണ്ട്? ജൽസി, അദ്ദേഹം 3 ദിവസമായി ICUയിൽ കഴിയുകയായിരുന്നു. ചില ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടങ്ങി അദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടാണ് കുടുംബവും അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് വസതിയിൽ വെച്ച് പുലർച്ചെ 3 മണിക്ക് അദ്ദേഹം മരിച്ചു എന്നൊരു വിവരമാണ്, അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചു എന്നൊരു വാർത്തയാണ് നിലവിൽ പുറത്തുവരുന്നത്. തമിഴ് സിനിമയെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ഏകദേശം 4 പതിറ്റാണ്ടുകളോളം അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു തമിഴിന്റെ ഒരു സിനിമ, അല്ലെങ്കിൽ തമിഴ് ചിത്രം, തമിഴ് ദ്രാവിഡ മണ്ണുകൾ അടക്കമുള്ള പല രീതിയിലുള്ള തമിഴിന്റെ അടയാളങ്ങൾ ഈ ഭാരതിരാജയുടെ സിനിമകളിലൂടെയാണ് തമിഴ് പ്രേക്ഷകരും നമ്മളുമെല്ലാം കണ്ടിരുന്നത്. തമിഴിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംവിധായകൻ, നിർമ്മാതാവ് അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് എന്നതിലുപരി കന്നഡയും തെലുങ്കിലും പല ഭാഷകളിലും അദ്ദേഹത്തിന്റെ ഒരു സജീവ സാന്നിധ്യം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ. സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നതിൽ ഉപരി ഒരു മികച്ച രീതിയിലുള്ള നടന എന്നുപോലും പലപ്പോഴും അദ്ദേഹത്തിന്റെ പല സിനിമകളിൽ നിന്നും തെളിയിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ 1977 അദ്ദേഹം ആദ്യമായി തന്നെ സിനിമയിലേക്ക് പ്രവേശനം കുറിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ ജനിച്ച 1 വർഷം കഴിഞ്ഞാണ് അദ്ദേഹം എന്തായാലും സിനിമാ ജീവിതത്തിലേക്ക് ആദ്യമായി അദ്ദേഹത്തിന്റെ ഒരു പ്രവേശനം തന്നെ ഉണ്ടായിരിക്കുന്നത്. അതും മികച്ച രീതിയിലുള്ള ഒരു സിനിമാ പ്രവേശനം തന്നെയാണ് അദ്ദേഹം 1977 ഉണ്ടായിരിക്കുന്നത്. ഒരു ഇന്ത്യൻ തമിഴ് ഭാഷയിലെ ഒരു റൊമാൻറ്റിക് ചിത്രമായ അന്നക്കൊടി ബൊമ്മലാട്ടം എന്ന് പറയുന്ന സിനിമകളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ധനുഷ് സംവിധായകൻ, നടനും സംവിധായകനുമായ ധനുഷിന്റെ ഇഡലിക്കട എന്നൊരു സിനിമയിലും ധനുഷിന്റെ അപ്പുപ്പന്റെ വേഷത്തിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതും ഏറ്റവും ശ്രദ്ധ നേടിയ ഒരു കഥാപാത്രം കൂടിയാണ്. ഒരു സംവിധായകൻ എന്നതിലുപരി ഒരു മികച്ച നടന്റെ പല ഭാവങ്ങൾ പല സിനിമയിലൂടെ എത്തിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തമിഴ് സിനിമകളിൽ നോക്കുകയാണെങ്കിൽ തമിഴ് സിനിമകളുടെ ഒരു ഗ്രാമീണ ഭംഗി നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയമായൊരു കാര്യം എന്ന് വേണം മനസ്സിലാക്കാൻ. തമിഴ്നാടിന്റെ ഓരോ ഗ്രാമങ്ങളും അതോടൊപ്പം തന്നെ തമിഴ് മക്കൾ അനുഭവിക്കുന്ന അവരുടെ ഈ ഭക്ഷണ വിഷയങ്ങളാകട്ടെ, അല്ലെങ്കിൽ ജലക്ഷാമ വിഷയങ്ങളായിട്ട്, അവരുടെ തൊഴിലില്ലായ്മ, അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബം എന്ന രീതിയിലാണ് തമിഴ് ചിത്രങ്ങൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടിരിക്കുന്നത്. ആ ഒരു പ്രേക്ഷകരുടെ ഒരു ഇഷ്ടത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് പല രീതിയിലും അദ്ദേഹം പല ആശയങ്ങൾ മുൻനിർത്തി സിനിമകൾ ചിത്രീകരിക്കുന്നത്. തമിഴിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തമിഴിൽ നിന്ന് പിന്നീട് തെലുങ്ക്, കന്നഡ പോലെയുള്ള സിനിമകളിലേക്ക് അദ്ദേഹം പ്രവേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നടി രേവതിയുടെ ഒരു തമിഴിലേക്കുള്ള പ്രവേശനം കൂടി ഭാരതിരാജയിലൂടെ കൂടിയാണ് വന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. രേവതിയുടെ ഒരു അരങ്ങേറ്റം ഭാരതിരാജയുടെ സിനിമകളിലൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി പേർക്ക്, പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു സംവിധായകൻ കൂടിയായിരുന്നു അന്തരിച്ച പി ഭാരതിരാജ.